തിമോത്തിയോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ. തീത്തോസ് 2:20-21 വാക്യങ്ങൾ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനും ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. വളരെ നമുക്കെല്ലാവർക്കും ഗ്രഹിക്കാൻ തക്കതായ ഒരു ഉപമയിലൂടെ വലിയൊരു മർമ്മത്തെ ഇവിടെ അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ എല്ലാം വീട്ടുകളിൽ ഇതുപോലെയുള്ള ഒരു സാഹചര്യമുണ്ട്. നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നതും ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ പറയുകയാണ്, ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്ന അങ്ങനെ അതിനെ വിട്ടകന്നിട്ട് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ശുദ്ധവും അല്ലെങ്കിൽ വിശുദ്ധവും ഉടമസ്ഥനും ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. അപ്പം ഒരു കാര്യം ഇവിടെ സ്പഷ്ടമാണ്, ദൈവം നമ്മെ എല്ലാത്തെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും മാനപാത്രങ്ങളായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടണം, ദൈവത്തിനു വേണ്ടി ഉപയോഗപ്പെടണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നു. എല്ലാവരും മാനിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിലെ കർത്താവിനെ അറിഞ്ഞ ശേഷം ജീവിതത്തിന്റെ ഓരോ മേഖലയിലൂടെയും പലവിധ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ നമുക്ക് കടന്നു വന്നാൽ ദൈവം ആത്യന്തികമായി ഓരോ വിശ്വാസിയെക്കുറിച്ചും തൻ്റെ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മാന്യമായി അല്ലെങ്കിൽ ദൈവത്താൽ മാനിക്കപ്പെടണം, മാന്യകാര്യത്തിനായിട്ട് ഉപയോഗപ്പെടുന്ന പാത്രങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ വിശുദ്ധീകരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ആഴത്തിൽ ദൈവത്തെ നമ്മളുടെ സെന്റർ ആക്കിക്കൊണ്ട് നമ്മിലൂടെ ദൈവത്തെ വെളിപ്പെടുത്താൻ നമുക്ക് ദൈവം തരുന്ന അവസരമാണെന്ന് മനസ്സിലാക്കി ഒരിക്കലും നമ്മെ തന്നെ ബോസ്റ്റ് ചെയ്യാനോ നാം അത് ചെയ്തു ഇത് ചെയ്തു, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 40 ദിവസം ഉപവസിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇത്ര വട്ടം കർത്താവിന്റെ നാമത്തിൽ ഇന്ന ചെയ്തു, ഞാൻ ഇന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ പൊക്കി കാണിക്കാനുള്ള അവസരമല്ല വിശുദ്ധീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺസിക്രേഷൻ എന്ന് പറയുന്നത്. മറിച്ച് ക്രിസ്തുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്താനുള്ള അവസരമാണ്. എത്രത്തോളം കർത്താവിനെ നമുക്ക് അറിയാൻ സാധിക്കുന്നുവോ അത്രത്തോളം ആ കർത്താവിനെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് നമ്മളുടെ വാക്കിലൂടെ ആയിരിക്കാം, പ്രവൃത്തിയിലൂടെ ആയിരിക്കാം, ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ തരുന്ന അവസരമാണ്. ഒരിക്കലും അതൊരു സ്പിരിച്വൽ കോമ്പറ്റീഷൻ അല്ല, ഒരു മത്സരമല്ല. അവനേക്കാൾ നല്ലത് ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ സഭയാണ്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കലും സാധിക്കത്തില്ല. കാരണം എല്ലാവരെയും ശോധന ചെയ്തറിയുന്ന ദൈവമാണ്. നാം എത്രത്തോളം നമ്മെ ദൈവസന്നിധി താഴ്ത്താൻ സാധിക്കുമോ, കർത്താവിന് നമ്മളിലൂടെ വെളിപ്പെടുത്താൻ സാധിക്കുന്നുവോ, അവിടെയാണ് യഥാർത്ഥ വിശുദ്ധി തുടങ്ങുന്നത്. അതായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി കർത്താവാണെന്ന് നാം തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന നിമിഷം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ലൈഫിലൂടെ നമ്മൾ കാണിക്കാൻ തുടങ്ങുന്നത് കർത്താവിനെ ആയിരിക്കും, മറ്റൊന്നിനെയും ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിന് വെളിപ്പെടുത്താനായിരിക്കും നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ചിന്തയിൽ, ഇവൻ നമ്മുടെ വിശ്വാസത്തിൽ പോലും കർത്താവിന്റെ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കാനായിട്ട് തുടങ്ങും. സ്തോത്രം. അപ്പൊ ശരിക്കുമുള്ള ബ്ലെസ്സിങ്, ഈ വിശുദ്ധിയിലുള്ള ബ്ലെസ്സിങ് ആരംഭിക്കുന്നതെന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുവോ എന്നതിലല്ല, മറിച്ച് ക്രിസ്തുവിനെ നമ്മളിലൂടെ എത്രത്തോളം നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കുന്നു എന്നതിലൂടെയാണ്. സ്തോത്രം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം നമുക്ക് വായിക്കാം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാനിയേലിന്റെ മുമ്പിൽ ഒരു ടെസ്റ്റ് വന്നു. ഹല്ലേലൂയ, സ്തോത്രം. രാജാവിന്റെ ആ ഭോജനയാഗങ്ങൾ, ഭോജനവും അതുപോലെ വീഞ്ഞൊക്കെ കുടിക്കണമെന്നുള്ളൊരു നിബന്ധന അവിടെ വന്നപ്പോൾ ദാനിയേൽ അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പോയില്ല, മറിച്ച് അവൻ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു. ഇവിടെ ഇങ്ങനെയാ, 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന്
ഷണ്ടാധിപനോട് അപേക്ഷിച്ചു. അവൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതിനു മുമ്പിൽ ഒരു തീരുമാനം അവൻ എടുത്തു. അവരും അവൻ്റെ കൂട്ടുകാരും പറഞ്ഞു, സ്തോത്രം, നിങ്ങളെ പരീക്ഷിച്ചോ, 10 ദിവസത്തേക്ക് പച്ചക്കറിയും വെള്ളവും മാത്രം ഞങ്ങൾ കുടിക്കും. രാജാവിൻ്റെ ആളുകളാണോ ഞങ്ങളാണോ ഏറ്റവും കൂടുതൽ പുഷ്ടിയുള്ളതായിട്ടും തേജസ്സുള്ളതായിട്ടും കാണുന്നതെന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കാമെന്ന് ദാനിയേൽ പറയുന്നു. അതിൻ പ്രകാരം ആ ടെസ്റ്റിൽ അവൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ ദയ കൊണ്ട് വളരെ വിദഗ്ധമായിട്ട് പുറത്തു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാബിലോണിൽ തനിക്കെതിരെ പൊങ്ങിയ എല്ലാ ശബ്ദങ്ങളെയും മറികടക്കുന്ന നിലവാരത്തിലോട്ട്, ഉയർന്നു നിൽക്കുന്ന നിലവാരത്തിലോട്ട് ദാനിയേലിനെ ദൈവം ഉയർത്താൻ ഇടയാക്കി. ദാനിയേൽ പോയി ഫാസ്റ്റിംഗ് ഇരുന്നുകൊണ്ടല്ല, ഹല്ലേലൂയ സ്തോത്രം, മറ്റുള്ളവരുടെ മുമ്പിൽ വെല്ലുവിളിച്ചത് കൊണ്ടുമല്ല, തങ്ങളെ തന്നെ താഴ്ത്തി, അവരെടുത്ത തീരുമാനത്തിന് വേണ്ടി തന്നെ താഴ്ത്തി ഉറച്ചു നിന്നു. അതൊരിക്കലും അവൻ്റെ അഹങ്കാരമായിരുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ, അവൻ്റെ അഹങ്കാരമായിരുന്നില്ല. ഇപ്പം നെബൂഖദ്നേസറിന്റെ ബിംബത്തെ നമസ്കരിക്കാൻ വന്നപ്പോൾ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞത് ഒരിക്കലും ആ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയോ അഹങ്കാരമോ ആയിരുന്നില്ല. മറിച്ച് അതിനേക്കാൾ അവർ ശ്രേഷ്ഠമായി കണ്ട, അവരുടെ ലൈഫിൽ വിലയേറിയതായി കണ്ട ദൈവത്തിനു വേണ്ടി തങ്ങളുടെ ലൈഫിനെ മാറ്റിവെക്കാൻ അവിടെ എടുത്ത ചെറിയൊരു തീരുമാനമായിരുന്നു. കർത്താവ് അവിടെ അപ്പം സാധിച്ചത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ ഇതുപോലെ ദൈവത്തെ ഉയർത്താൻ കിട്ടുന്ന സാഹചര്യങ്ങൾ, നമ്മളെ തന്നെ ഉയർത്താതെ കർത്താവിനെ ഉയർത്താൻ നമ്മൾ തുടങ്ങുമ്പോൾ, സ്തോത്രം, അത്രയ്ക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവായിട്ടിരിക്കാൻ കഴിയുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെയുള്ള ഇടപെടലുകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. യഥാർത്ഥ വിശുദ്ധീകരണത്തിൽ നടക്കുന്നത് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഹോളി സ്പിരിറ്റിന്റെ ശബ്ദത്തെ പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഹല്ലേലൂയ. അല്ലാത്ത പക്ഷം നമുക്കറിയാം, ഒരു കാർണലായിട്ടുള്ളൊരു വിശ്വാസി എന്ന് തന്നെ പറയാം, അവർക്ക് പലപ്പോഴും പലതും ശരിയായി തോന്നുന്നതിന്റെ കാരണം ഹോളി സ്പിരിറ്റിന് വേണ്ട വിധത്തിൽ ഹോളി സ്പിരിറ്റിന്റെ ആ ചലനങ്ങളെ, ഇടപെടലുകളെ, ശബ്ദത്തെ അവർക്ക് കേൾക്കാൻ കഴിയാതെ കൊണ്ട് അവർ ഒത്തിരി ദൂരെയാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന പല കാര്യങ്ങളെ അവർ ന്യായീകരിക്കാൻ ശ്രമിക്കും, കാരണം അവർക്കത് സത്യമായി തോന്നും. പക്ഷേ നാം എത്രത്തോളം നമ്മുടെ പല തെറ്റുകളെ കണ്ടുപിടിക്കാൻ കർത്താവിൻ്റെ ആത്മാവിൽ, അല്ലെങ്കിൽ നമ്മളെ തിരുത്താൻ നാം തയ്യാറാകണമെങ്കിൽ അത്രത്തോളം പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ലൈഫ് കഴുകപ്പെട്ടുകൊണ്ടിരിക്കും. അത് ആരും വന്ന് പറയേണ്ട കാര്യമില്ല, ബുദ്ധി ഉപദേശിക്കേണ്ട കാര്യമില്ല. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് തന്നെ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും, എവിടെയോ സംതിങ് റോങ്, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുന്നുണ്ട്, അവിടെ നിന്ന് പെട്ടെന്ന് എനിക്ക് മാറണം, അവിടെ നിന്ന് അതിനോട് എനിക്ക് നോ പറയണം എന്നുള്ളൊരു ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ ഇടയായിത്തീരും. അപ്പോൾ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആഴമേറൊരു സമാധാനം പരിശുദ്ധാത്മാവ് തരും. നാം വിശദീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു സൈനാണ്. നമ്മുടെ ഉള്ളിൽ അതുവരെ ഇല്ലാത്തൊരു പെർഫെക്റ്റ് പീസ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരും. അപ്പോൾ തന്നെ ഒരു വിവേചനത്തിന്റെ അധികാരം കർത്താവ് തരും. ഏതിനോട് നോ പറയണം, ഏതിനോട് അകന്നു നിൽക്കണം, ഇപ്പോൾ ഇവിടെ എന്തു പറയണം, ഇപ്പോൾ ഇവിടെ മിണ്ടാതിരിക്കണമോ, അങ്ങനെയൊക്കെയുള്ള ഒരു വിവേചന അധികാരം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരും. ഇതൊക്കെ വിശുദ്ധീകരണത്തിന്റെ ലക്ഷണങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളോട് കർത്താവ് നമ്മെ നടത്തുന്നത്, ബ്ലെസ്സിങ്ങുകളോട് ദൈവം നമ്മെ നടത്തുന്നത്. ആഴമേറിയ വിശുദ്ധീകരണത്തിൽ അടങ്ങിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ അതിനെ മിസ്സാക്കി കളയാതെ കർത്താവിൻ്റെ ശബ്ദം അനുസരിച്ച്, ദൈവത്തിൻ്റെ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ആ കാലച്ച കേട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നാം അത്രത്തോളം നമ്മുടെ ആത്മാ മനുഷ്യനെ സെൻസിറ്റീവ് ആക്കിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നമുക്ക് എപ്പോഴും കർത്താവിനോട് അങ്ങോട്ട് പറയാൻ എളുപ്പമാണ്, പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. പക്ഷെ കർത്താവിനെ തിരിച്ചിതുപോലെ കേൾക്കണമെങ്കിൽ നമ്മുടെ വിഷനും നമ്മുടെ ആത്മീയ കണ്ണുകളൊക്കെയും അതുപോലെ ഓപ്പൺ ആയിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല എങ്കിൽ ഒരു വൺ വേ റേഡിയോ പോലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. അതിനൊക്കെ ഒരു പക്ഷെ കർത്താവ് മറുപടി തരുന്നുണ്ടാവും, പക്ഷെ നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. കാര്യം പലതും ദൈവത്തിന് വേണ്ടി തുറക്കേണ്ട പലതും നമ്മൾ അടച്ചു വെച്ചുകൊണ്ടാണ് ദൈവത്തോട് സംസാരിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആത്മമനുഷ്യന് കൂടുതലായൊന്ന് ആ വിശുദ്ധീകരണത്തിന്റെ പാതയിൽ കൊണ്ടുപോകുവാൻ, അപ്പോൾ തന്നെ ശ്രേഷ്ഠമേറിയ ദൈവിക ഇടപെടലുകൾ, ആഴമേറിയ ദൈവിക രഹസ്യങ്ങൾ
ഒരു കാഷ്വൽ വിശ്വാസിക്ക് പകരുന്ന പോലെയല്ല, തന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവർക്ക് വേണ്ടി പകരുവാൻ, അവരോട് ഇടപെടുവാൻ കർത്താവിന് ഒത്തിരി കൊതിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു ഗണത്തിൽ, ആ ഒരു സർക്കിളിൽ പെടുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ആഴമേറിയ രഹസ്യങ്ങൾ പിതാവിൽ നിന്ന് കേൾക്കുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു കർത്താവേ. എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ അതുപോലെ ഞാൻ ഏൽപ്പിച്ചു തരിക. എനിക്ക് ആ ഇടപെടലുകൾ വേണം, ആ രഹസ്യങ്ങൾ എനിക്ക് കേൾക്കണം. അതിന് തക്ക വിശ്വസിക്കാൻ തക്ക ഒരു പാത്രമായിട്ട് എന്നെ ഉപയോഗിക്കണേ കർത്താവേ എന്നൊരു പ്രാർത്ഥന. ഒരു മാനപാത്രമായിട്ട് എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെയും ഉപയോഗിക്കണേ കർത്താവേ എന്നൊരു പ്രാർത്ഥന ദിവസങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും കർത്താവ് അത് ചെയ്യും. ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, കർത്താവ് നമ്മെല്ലാവരും വിളിച്ചിരിക്കുന്നത് മാനപാത്രങ്ങളായിട്ടാണ്. സ്തോത്രം. ആ ഒരു ഉറപ്പ് നമ്മളിൽ ഉണ്ടാവട്ടെ. അപ്പോൾ തന്നെ ആഴമേറിയ വിശുദ്ധീകരണത്തിലൂടെ വിശ്വാസത്തെ മുന്നേറുവാൻ, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ.